ഇത് ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള തറവാടാണ്. ഈ വീടിൻ്റെ ചുറ്റും ഏകദേശം ഒരു 50 സെൻറ്റിമീറ്ററോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഞാൻ ഈ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ സാധനങ്ങൾ, അത് 0 ബഡ്ജറ്റിൽ. ഒരു പെട്ടിക്കട വീടിന്റെ മുറ്റത്ത് പെട്ടിക്കടയുണ്ട്. ഇതിനകത്ത് പഴയ 90s എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നു. പല വെറൈറ്റിയിലുള്ള മുട്ടായികൾ, പണ്ട് കാലത്തെ ജീരക മുട്ടായി, കുറേയധികം വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ ഒരു ചായക്കടയുടെ മോഡൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പലതരം പലഹാരങ്ങൾ കാണാം. പഴയ വെട്ട് കേക്ക്, പപ്പടവട. ടീച്ചർ ഒരു ചായ തരുമോ? ചായക്കൊക്കെ ഭയങ്കര വില കുറവാണ്. 30 പൈസയേ ഉള്ളൂ കേട്ടോ. 30 പൈസക്ക് ചായ, 35 പൈസക്ക് കാപ്പി. എപ്പോ വന്നാലും മഴ ആസ്വദിക്കേണ്ടവർക്ക് ഈ ഏരിയയിൽ ഫുള്ള് മഴയല്ലേ. പുതിയ എന്തെങ്കിലും സാധനം മേടിച്ച് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പുതിയ ഇതാണ് നമ്മുടെ ഗുണാക്കേവല്ല, ഒരു ഗുണാക്കേവ് പോലെ. ഇത് പഴയ ടെലിഫോൺ ബൂത്ത്. ബാത്റൂമിന്റെ ഡോറാണ്. ചേച്ചിയുടെ വീട്ടിലെ ബാത്റൂം ഡോർ ചെയ്തതാണ്. ഫേസ് ടു ഫേസ് നോക്കി ഇരിക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ രണ്ടുപേർക്കും ഓടി രക്ഷമുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് ഓടാം, എനിക്ക് ഇങ്ങോട്ട് ഓടാം. ഇത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനാണ്. ചെമ്പ് കൊണ്ടുള്ള വാഷിംഗ് മെഷീൻ. നമ്മുടെ മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴപ്പള്ളിയിൽ ഒരു വീടുണ്ട്. അത് വീട് മാത്രമല്ല, വീടിൻ്റെ പരിസരവും ഒക്കെ വളരെ സ്പെഷ്യാലിറ്റീസ് ഉള്ള, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളുള്ളൊരു വീടാണ്. 50 സെൻറ്റിൽ ഒരു ഒന്നാം തരം ഗാർഡൻ. പിന്നെ വീട്ടിലാണെങ്കിൽ ഈ വീടിൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പല വസ്തുക്കളൊക്കെ മുകളിലൊരു മ്യൂസിയം പോലെ സെറ്റ് വെച്ചിരിക്കുന്നു. വീടിൻ്റെ പല ഭാഗത്തായിട്ടും കുറേ പുരാവസ്തുക്കൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങളിലൂടെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരു വീടാണ്. ഒപ്പം ഇതിൻ്റെ പരിസരവും മുറ്റവും എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഒരു വീടാണ് പച്ചയിൽ വീട്. കൊണ്ട് മേലെ എഴുതി വെച്ചിട്ടുണ്ട് പച്ചയിൽ. സജിച്ചേട്ടനും ലിസ ടീച്ചറും ചേർന്ന് ഒരുക്കിയിട്ടുള്ള വീട്ടുമുറ്റത്തെ ഒരു ഗാർഡൻ. ഈ ഗാർഡൻ എന്നൊരു വെറൈറ്റിയാണ്. സ്വാഗതം ടീച്ചറെ, നമസ്കാരം. അതെ, കമോണ പരിപാടി. എന്താണ് ഈ പച്ചയിൽ വീടിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇത് ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള തറവാടാണ്. ഈ വീടിൻ്റെ ചുറ്റും ഏകദേശം ഒരു 50 സെൻറ്റിമീറ്ററോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഞാൻ ഈ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ സാധനങ്ങൾ, അത് 0 ബഡ്ജറ്റിൽ ആണ് പഴയ കിട്ടിയ സാധനങ്ങൾ. ചേച്ചിയുടെ വീട്ടിലെ റിനോവേഷൻ നടന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതൊക്കെ വെച്ച് പിന്നെ എൻ്റെതായ കുറച്ച് നേരത്തെ ഉണ്ടാകുന്ന കളക്ഷൻ ആഡ് ചെയ്ത് ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ പുകപ്പരയും തേങ്ങാപ്പരയൊക്കെയാണ്. ഇത് കുറ്റിയും കൊളുത്തും എന്നുള്ള കോൺസെപ്റ്റില് നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റലേഷൻ ആണ്. പഴയ വീടുകളുടെ അമ്പലത്തിന്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറ്റിയും കൊളുത്തും ഉണ്ട്. ചേച്ചിയുടെ വീട് റിനോവേറ്റ് ചെയ്തപ്പോ ഞങ്ങൾക്ക് അതിന്റെ മെയിൻ ഡോറ് കിട്ടി. അപ്പൊ അത് ഇവിടെ ഫിറ്റ് ചെയ്തു. വീട് പൊളിക്കാൻ നോക്കിയിരിക്കുന്നു. അവരുടെ ജനലും മെയിൻ ഡോറും ഒക്കെ എടുത്തു. ഓക്കെ, അതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ ഈ ഒരു മൊത്തം അലങ്കരിച്ച് വാൾ നല്ല രസമാക്കി വെച്ചല്ലേ. നമ്മുടെ ക്ലോക്ക് ആണ് ഇത്. പല ടൈം പറയുന്നുണ്ട്. ലണ്ടൻ, ന്യൂയോർക്ക്, ദുബായ്, പിന്നെ ഇവിടത്തെ. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ എന്താ. നമ്മൾ ശരിക്കും പാർക്കിലേക്ക്, നമ്മുടെ ഗാർഡനിലേക്ക് പോകുന്നേ ഉള്ളൂ. മേഫ്ലവർ എന്നാണ് നമ്മുടെ ഗാർഡന്റെ പേര്. ഈ ബോർഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം KLA 354 എന്ന് പറയുന്നത് നമ്മുടെ ചായക്കടയാണ്. പിന്നെ ക്യാമ്പ് ഫയർ, കൂത്തമ്പലം, അങ്ങനെ ഓരോ സ്പോട്ട് ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള. പെട്ടിക്കട, കിളിക്കൂട്, ചായക്കട, ക്യാമ്പ് ഫയർ, കൂത്തമ്പലം, വഴിയമ്പലം, കുളം, 4 മണിക്കാറ്റ്, കേവ്, മോക്ടെയിൽ. ഒരുപാട് ഇടങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അല്ലേ. കയറി വരാം. മുടി പിന്നി മെടഞ്ഞിട്ടിരിക്കുന്നത് പോലെ ഒരു ചെടിയുടെ വേര്. ഇതെന്താണിത്? ഇത് പ്രിൻസസ് വൈൻ എന്ന് പറഞ്ഞ ചെടിയാണ്. അപ്പൊ ആ ചെടിയുടെ വേരുകളായത്. ഇതൊരെണ്ണം മെടഞ്ഞിട്ടേക്കുന്നതാണ്, ബാക്കിയെല്ലാം ഇത് കെട്ടിയിട്ടേക്കുന്നത്. ഓക്കെ. അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണോ? കുറച്ച് ഇനി വെട്ടിക്കളയണായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ, വെറൈറ്റി. ഇത് കുറെ നാൾ കൊണ്ടാണോ ഇങ്ങനെ ആയത്? അതെ. ഇതിന് നമ്മൾ പേരിട്ടേക്കുന്ന കളിത്തട്ടെന്നാണ്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ഒക്കെ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, വെഡിങ് ആനിവേഴ്സറീസ്, ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്നത്. ഇവിടെ ഫുഡ് ഒക്കെ ഇവിടെ ഇരുന്ന് എല്ലാവരും ചുറ്റും ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ അടുത്തുള്ള റിസോർട്ടുകാർക്കൊക്കെ പണി ഉണ്ടാക്കില്ലേ? സാധാരണ ഇങ്ങനത്തെ ഡെസ്റ്റിനേഷൻ പരിപാടികളൊക്കെ അവിടെയാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. അവർക്കെല്ലാം വരാം. ഒരു ബോർഡിൽ ഇവരുടെ ഓരോരുത്തരുടെയും പേര് എഴുതി ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞ് ഇവിടെ എഴുതിയിടും. ഒരു ക്ലാസ് മുറി മൂടായിരിക്കും. ഇവിടെയാണ് നമ്മള് ഗ്രില്ല് ചെയ്യുന്നത്. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന, ഫിഷ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ചുറ്റും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്. അരകല്ല്, വാട്ടുകല്ല്, അതൊക്കെ വെച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. വീട്ടിൽ ഒരു സംഭവം നമ്മൾ പഴയതൊന്നും കളഞ്ഞിട്ടില്ല, എവിടെയും പോയിട്ടില്ല. ഇതാണ് നമ്മുടെ മോക്ടെയില്. ഇവിടെയാണ് ബാർ കൗണ്ടർ. KB 4005. ഗ്രില്ലേരിയ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ബിരിയാണി വരെ വെക്കാനുള്ള വലിപ്പത്തുള്ളൊരു അടുപ്പ് തന്നെയാണ്. ഫുൾ ടൈം ഒരു എന്റർടൈൻ മൂഡിലായിരിക്കും തോന്നുന്നില്ലേ വീടൊക്കെ. മുറ്റം അങ്ങനെ, സൈഡിൽ ഇങ്ങനെ, മുകളിൽ അങ്ങനെ,
മൊത്തത്തിലൊരു എന്റർടൈൻമെന്റ് വൈബിലുള്ള ഒരു വീടാണ് നമ്മുടെ പച്ചയിലെ വീട്. ഇതൊരു ചെറിയ പാലം മോഡലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സൈഡിൽ കുറെ അധികം ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ കിളിക്കൂടാട്ടോ. പിന്നെ അത് മെയിനായിട്ട് ഫിഞ്ചസാ ഉള്ളത്. നമ്മുടെ ഏറുമാടം, ഇതിന് മുകളിൽ കയറാം, അതിൽ മുകളിൽ കയറാം. ഏറുമാടം ഇതിന്റെ ബാമ്പു ഒക്കെ സജി തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കിയേക്കുന്ന, ഗ്രില്ല് ചെയ്ത്, ഈ ഗ്രില്ല് മാത്രം വെൽഡ് ചെയ്തെടുത്തേക്കുന്ന. കുട്ടികളൊക്കെ മിക്കവാറും ഇതിന് മുകളിലായിരിക്കും അല്ലേ കയറുവാണെങ്കിൽ. അതെ അതെ. രണ്ട് ചായയും ഒരു പെട്ടിക്കട വീടിന്റെ മുറ്റത്ത്. പെട്ടിക്കടയുണ്ട്. ഇതിനകത്ത് പഴയ 90s എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നു. പല വെറൈറ്റിയിലുള്ള മുട്ടായികൾ, പണ്ട് കാലത്തെ ജീരക മുട്ടായി, കുറേയധികം വെറൈറ്റി ഉണ്ട്. ബിസ്ക്കറ്റുകള് പോപ്പിൻസ് ഉണ്ടോ? വെക്കണം കേട്ടോ നാളെ. ആദ്യത്തെ ബിസ്ക്കറ്റ് പാർലേജ്, മിൽക്ക് ബിക്കീസ്, ഗോലി സോഡ, ഗോലി സോഡ, സർബത്ത്, അതുപോലത്തെ പഴയ സോപ്പുകള്, ബീഡി, കുട്ടിക്കുറ പൗഡർ, കോൾഗേറ്റിന്റെ ടൂത്ത് പൗഡർ. ഇതൊക്കെ ഇപ്പൊ കിട്ടാനുള്ള സാധനമാണോ? ഓൺലൈൻ കിട്ടുന്നില്ല. ഇത് ടാൽക്കോ. ഇത് ടാൽക്കം ടൂത്ത് പൗഡർ. ഗോപാൽ, അരേ ഗോപാൽ, ഗോപാൽ പൽപ്പൊടി, ഗോപാൽ പൽപ്പൊടികൾ. പിന്നെ നമ്മുടെ പഴയ വാരികകൾ, മംഗളം, രാഷ്ട്രദീപിക, ബോബനുമോളി, ബാലരമ, നോസ്റ്റു, ചിത്ര, അതൊക്കെ ഓർമ്മയുണ്ടോ? ചിത്രമഞ്ജുഷ, ചിത്രകഥ. ഒരു മൺകുടം വെച്ചിട്ടുണ്ട്, സംഭാരവും നാരങ്ങ വെള്ളമൊക്കെ വെക്കാനൊക്കെ. ഇവിടെ 2 സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ചിത്രവും പിന്നെ ജാക്കി ചാന്റെ ഏതാണ്, പോലീസ് സ്റ്റോറി. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൂടി സിനിമ സെറ്റ് പോലെ തന്നെ ഇവിടെ അങ്ങ് സ്ഥാപിച്ചു. പെട്ടിക്കട, മുറുക്കാനുള്ള അടയ്ക്ക, വെറ്റ, മുട്ട, അതവിടെ. ഇത് നമ്മുടെ ഒരു ചായക്കടയുടെ മോഡൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിനകത്ത് ചില്ല് പെട്ടിക്കകത്ത് പലതരം പലഹാരങ്ങൾ കാണാം. പഴയ വെട്ട് കേക്ക്, പപ്പട വട, ബോളി. എന്റെ ദൈവമേ, ടീച്ചർ ഒരു ചായ തരുമോ? ചായക്കൊക്കെ ഭയങ്കര വില കുറവാണ്. 30 പൈസയേ ഉള്ളൂ കേട്ടോ. 30 പൈസക്ക് ചായ, 35 പൈസക്ക് കാപ്പി, 25 പഴയ പൈസയൊക്കെ ഉണ്ട് ഇതിനകത്ത്, നാണയത്തുട്ടുകള്. പിന്നെ ഇത് പഴയ ബോംബെ ഡൈനിങ്ങിന്റെ ഒരു പരസ്യമാട്ടോ. പഴയകാല സിനിമയുടെയൊക്കെ സെറ്റ് ഇടാൻ വിളിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. പഴയ ചായക്കടയൊക്കെ പഴംപൊരിയൊക്കെ നല്ല ലൈവാണ് കേട്ടോ. പഴംപൊരി, വട, ബോണ്ടയുണ്ട്, പരിപ്പ് വട, മടക്ക്, പപ്പടവട, വെട്ട് കേക്ക്, പിന്നെ പഴയ സമോവറല്ലേ ഇത്, സമോവർ. പിന്നെ ഒരു ഉറിയൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. പൊട്ടുകുറ്റി, പിന്നെ പഴയ റേഡിയോ, പിന്നെ തവി, പഴയ തവി, മൊന്ത. അങ്ങനെ മൊത്തത്തിലാകുമ്പോൾ പഴയ കൊട്ടയൊക്കെ, മച്ചല്ലേ ഇത്, അവന്റെ ചേര്, ഇടിയർച്ചയൊക്കെ ഉണക്കാനിടുന്ന, അവന്റെ പുളിയൊക്കെ ഉണക്കാനിടുന്ന ചേര്, അരി വാർക്കുന്ന സംഭവല്ലേ, അടിച്ചുപാറ്റി. ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ, അടിമുടി ഡീറ്റെയിലിംഗ്, അത്രത്തോളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയതല്ലേ, ജലചക്രം. പഴയ കാലത്ത് കടം പറഞ്ഞു പോവില്ലേ കഴിച്ചു കഴിഞ്ഞിട്ട്, പറ്റു പറഞ്ഞു പോകുന്നവര്. പറ്റു പുസ്തകത്തിന് പകരം ഇത് നമ്മളിവിടെയാണ് എഴുതിയിട്ടേ. വാസു 45 പൈസ, അലി ജോസ് 80 പൈസ, കുഞ്ഞുമോൻ ഇവർക്ക് തന്നായിരുന്നു. ഇപ്പഴും ചെറിയ കടത്തിലാ. അങ്ങനെ നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു 1-ാം തരം ചായക്കട. ഈ ചായക്കട പക്ഷേ പ്രൈവറ്റ്. നമ്മുടെ പഴയ ലെറ്റർ ബോക്സ് ആണ്. 11:30 ആകുമ്പോഴത്തേക്കും പോസ്റ്റ്മാൻ വന്ന് ക്ലിയർ ചെയ്യും. സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിൻകോഡ്, പിന്നെ പാൽക്കാരൻ പയ്യന്റെ പാൽവണ്ടി. വീടിന്റെ പിന്നാമ്പുറമാണ്. അപ്പൊ നമ്മുടെ ചായക്കട, പെട്ടിക്കട, ഏറുമാടം ഒക്കെ കണ്ട് നമ്മളിങ്ങനെ വരുമ്പോ ഇനിയാണ് നമ്മൾ നിഗൂഢമായ വനത്തിലേക്ക് പോകുന്നത് അല്ലേ? ഇതെന്തൊരു ഏരിയ ആണ്, പറഞ്ഞോളൂ. ഇത് നമ്മുടെ വാഷേരിയ കേട്ടോ. നമ്മള് കല്ല് വെച്ച് സെറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. നമ്മുടെ അവിടെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വാഷേരിയാണ്. ഇതിന്റെ മുകളിലൊരു ചെറിയ അക്വേറിയം, മിനി അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടിയൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ ഇതെന്തോ കൺവെൻഷൻ സെന്റർ ആണെന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ഇത് ശരിക്കും പ്രൈവറ്റ് പാർട്ടികളെ കുറിച്ചാണ് പറയുന്നത്, വീട്ടിലെ പാർട്ടികൾ. ഇതിന്റെ പുറകിലൊരു വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടേ, മഴയൊക്കെ പെയ്യുന്ന പോലെ എപ്പോഴും ഇത്. പിന്നെ ഇത് മിസ്റ്റ് വിത്ത് വാട്ടർഫോള്. ഇവിടെ വേണമെങ്കിൽ മഴയും ഉണ്ട്. എപ്പോ വന്നാലും മഴ ആസ്വദിക്കേണ്ടവർക്ക് ഈ ഏരിയയിൽ ഫുള്ള് മഴയല്ലേ. ഇത് കണ്ടോ, നമ്മളിനി കടന്നു പോകാൻ പോകുന്നത് മഴക്കാടുകളിലേക്കാണെന്ന് പറയുന്ന പോലെ. എന്നിട്ട് നേരത്തെ നമ്മുടെ മറ്റേ ജിഞ്ചർ, ടോർച്ച് ജിഞ്ചർ, നമ്മുടെ റോക്ക് ഗാർഡൻ ആട്ടോ. റോക്ക് ഗാർഡൻ. ഇവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കുറെ സിറ്റിംഗ് സ്പേസുകളുണ്ട്. സജേട്ടനാണെങ്കിൽ പഴയ സാധനങ്ങൾ വിട്ട് ഒരു കളിയില്ല. പുതിയ എന്തെങ്കിലും സാധനം മേടിച്ച് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ?
അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എന്താ തോന്നി, ഈ ക്രേസ് പണ്ടേ ഉണ്ടോ? ഇല്ല, അത് കഴിഞ്ഞ പിന്നെ ക്രേസ് ഒക്കെ ആയത്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഞാനൊരു ബെല്ല് കൊണ്ട് കൊടുത്തു പിറ്റേ വർഷം. അതിൽ പിന്നെ കുറെ സാധനങ്ങളായി, കളക്ഷനായി. ബെല്ല് വെച്ച് തലക്ക് അടിച്ചതാണോ? അതുകൊണ്ടെന്റെ തലയിൽ ആപ്പിൾ വീണിട്ട് ബോധോദയം ഉണ്ടായ പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ബെല്ലടിച്ച് കയറില്ലേ, ആ ബെല്ല്. ഈ കല്ലൊക്കെ ഉണ്ടല്ലോ, സജ്ജി മേളിലത്തെ പറമ്പീന്ന് കൊണ്ടേ ഓരോ തവണയും കൊണ്ടുവന്ന സംഭവങ്ങളാണ്. ആണല്ലേ? ഇവിടെയൊക്കെ സിറ്റിംഗ് സ്പേസ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, നമുക്ക് ഇരിക്കാം അവിടെ. ഇതിന്റെ ഉള്ളിൽ കൂടെ തന്നെ വാക്ക് വേ പോലെ ഉണ്ടല്ലോ. ഉണ്ട്. ഇത് ചേമ്പിന്റെ തന്നെ ഒരു വലിയ വെറൈറ്റി ആട്ടോ അത്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ഗോൾഡൻ ബാമ്പു കാണാം. ഗോൾഡൻ ബാമ്പു ഇത് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ഗുണ കേവ് അല്ല, ഒരു ഗുണ കേവ് പോലെ. ഇപ്പം എല്ലാവരും അതിൻ്റെ പുറകെയാണല്ലോ, അതിനുവേണ്ടി അങ്ങനെ സെറ്റ് ചെയ്തേക്കണാണ് ഇത് ആംബിയൻസ്. പിന്നെ ഇവിടെ ചെറിയ സർപ്രൈസ് ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ ഫിൽ ചെയ്യും. അത് വരുമ്പോൾ കാണാം ബാക്കിൽ. എല്ലാവരും വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും. ഇത് നമ്മൾ പഴയ എല്ലാം വെച്ച് സാധനങ്ങൾ വെച്ചുള്ള, അതായത് നമ്മൾ ഫാമിലി എല്ലാം ഇരിക്കുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണേ, എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ. 10-15 പേരുണ്ടെങ്കിലും പിള്ളേരും എല്ലാവർക്കും വന്ന് ഇരുന്ന് ചെയ്യാവുന്നതാണ്. നമ്മൾ പഴയ സംഭവങ്ങളെല്ലാം ആണ് വെച്ചേക്കണത്. ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് എല്ലാം കൊണ്ടുവന്നേക്കണത്. അവിടെ ഉണ്ടാകുന്ന എന്താ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ടൈലുകള് ഇതെല്ലാം അവരുടെ സ്റ്റെയർ കേസിന്റെ സംഭവമാണ്. ഇത് അവിടെ കിച്ചൺ സ്ലാബായിരുന്നു. 0 ബഡ്ജറ്റിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ വരുമ്പോ അവരുടെ പഴയൊരു കിളിക്കൂടാണ്. അതിന്റെ റൂഫൊക്കെ കിളിക്കൂടിന്റെ ആട്ടോ. ഇത് അവരുടെ സ്റ്റെയറിന്റെ സംഭവങ്ങള്. ഇത് ഡിസൈൻ ആക്കി പെട്ടികള്, ട്രങ്ക് പെട്ടി, അതൊക്കെ മേടിച്ചതാ നമ്മള്. നമ്മുടെ പഴയ ഡിഷാനയുടെ ഒരു മോഡല്. ഇത് പഴയ ടെലിഫോൺ ബൂത്ത് അങ്ങനെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തേക്കുവാണ്. സിനിമ ശോഭനയൊക്കെ താഴെ ഇരുന്നിട്ട് നിനക്ക് മതിയായില്ലേടാന്ന് പറയുന്നത് ഇതുപോലെ ഒരു ടെലിഫോൺ ബൂത്തിന്റെ താഴെ. ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന്റെ 3 സൈഡും അവിടുത്തെ ബാത്റൂമിന്റെ ഡോറാണ്. ചേച്ചിയുടെ വീട്ടിലെ ബാത്റൂം ഡോർ വെച്ച് ചെയ്തവനെയാണ്. അതാണ് നമ്മുടെ ജാപ്പനീസ് ബെൽ. പഴയ ഓക്സിജൻ സിലിണ്ടർ വെച്ച് ഉണ്ടാക്കി സെറ്റ് ചെയ്തേക്കുന്നത്. സിനിമ ഓർമ്മ. നമ്മൾ ഒരു ഇവിടെ ഉണ്ട് ഒരു കോഴിക്കോട്. നമ്മൾ കോഴിക്കോട് ഇപ്പോൾ കോഴിയില്ല, അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നു. മഴ മഴ എപ്പോഴും മഴ പെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ. അടുത്തതാ ഇതും എല്ലാവർക്കും കൂടി ഇരിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ എല്ലാവർക്കും സംസാരിച്ചിരിക്കാനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലേസ് ആണ്. പിന്നെ ഇവിടെ സൈക്കിൾ വെച്ച് ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്നത്, അതിന്റെ സൈക്കിൾ റിം എല്ലാം ഉണ്ട്. ചുറ്റും ശരിക്കും ചെടികളുടെ ഒരു കാട്, പക്ഷെ എന്നാലും നല്ല വാല്യുബിൾ ആയിട്ടുള്ള ചെടികളാണ് ചുറ്റുമുള്ളത് അല്ലേ? മെഴുകുതിരി പ്ലാന്റ് എന്തൊക്കെയാ അതിനകത്തുള്ള? അതിനകത്ത് പീസ് ലില്ലി ഉണ്ട്, പിന്നെ ഷാംപൂ കിട്ടുന്ന ജിഞ്ചറൽ, പൊട്ടിച്ച ഷാംപൂ ഞെക്കിയാ മതി. പിന്നെ ഹെലിക്കോണിയ ഉണ്ട്. നമ്മളൊരു സിറ്റിംഗ് സ്പേസ് ആണ്. നമ്മൾ ഫേസ് ടു ഫേസ് നോക്കി ഇരിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഫേസ് ടു ഫേസ് നോക്കിയിരുന്ന് സംസാരിക്കാം. വേണമെങ്കിൽ രണ്ടുപേർക്കും ഓടി രക്ഷപ്പെടുന്നെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് ഓടാം, എനിക്കും കൂടെ ഓടാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ലാസ്റ്റ് അടിയായി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ലൈബ്രറി ഉണ്ട് ചെറുതായി. വേണമെങ്കിൽ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്ന് വായിക്കാം. ടീച്ചർ ഭയങ്കര റീഡറാണോ? ഇല്ല, ഇപ്പൊ അങ്ങനെ റീഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. വായിക്കുമായിരുന്നു കോളേജിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോൾ. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു കുളമാണ്. ഇതിന്റെ കൂടെ ഒരു വെള്ളച്ചാട്ടം എല്ലാം ഒക്കെ ആയിട്ട് ഭയങ്കര മനോഹരമാട്ടോ. കണ്ടാൽ നമുക്ക് കാട്ടിന്റെ ഇടയിലുള്ള ഒരു കുളം പോലെയൊക്കെ തോന്നും, ഫീൽ ചെയ്യും. നിറച്ച് ചെടിയൊക്കെ ആയിട്ട്. പിന്നെ അത് ഷാർക്ക് മെയിനായിട്ടുള്ളത്. ഈ കാടിന്റെ നടുക്ക് നമ്മളൊരു കാറ്റാടിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കണ്ട ഫാൻ കാര്യങ്ങളെല്ലാം തന്നെ മുളച്ചുണ്ടായതാണ്. ഇതൊന്നും നമ്മൾ നട്ടതാക്കണതല്ല. പിന്നെ നമ്മളൊന്നും പറിച്ച് കളയില്ല. അത് വന്ന ചെടികളെല്ലാം അതേപോലെ നിർത്തും, ഒന്നും കളയില്ല. അപ്പം അതുകൊണ്ട് എന്നാ വെച്ചാൽ നമുക്ക് വേറെ കുഴപ്പമുണ്ട്. വേറെ പുറമേന്ന് ഒരാളെ വെച്ച് നമുക്ക് പിന്നെ അത് പുല്ല് ഉറപ്പിക്കാൻ പറയാൻ പറ്റില്ല. കാരണം അവർ നോക്കുമ്പോൾ ഇതെല്ലാം പറിച്ച് കളയും. അതുകൊണ്ട് നമ്മൾ തന്നെ അത് ചെയ്യേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഫാമിലി ആംബിയൻസ് കൂടുതൽ നിങ്ങൾ ഇവിടെ ആയിരിക്കും ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. വീടിന്റെ ഉള്ളിനേക്കാളും കൂടുതൽ ഇവിടെയാണ് ഇതാക്കുന്നത്. അതും 0 ബഡ്ജറ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം. 0 ബഡ്ജറ്റ്. എത്ര നാളെടുത്തു ചെയ്തിട്ട്? നമ്മൾ ഏകദേശം 5 വർഷത്തോളം എടുത്തു. ഇവിടെ ചെയ്ത ഏറ്റവും ലാസ്റ്റ് ചെയ്ത ടെലിഫോൺ ബൂത്താണ്. 2019 മുതൽ തുടങ്ങിയ പ്രയത്നമാണ്. ഇപ്പോഴാണ് അത് തീർന്നത്. 2025 ആയി. എന്നാലും ഇനി ഇതിങ്ങനെ ഗ്രീനറി കയറി ഇത് കൂടുതൽ ആംബിയൻസ് ആയി വരുള്ളൂ. പുതിയ വേറെ ഇനി ചെയ്യാൻ തന്നെ സ്ഥലമില്ല. ഇനിയിപ്പോൾ എന്നാ വെച്ചാൽ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ചെറുങ്ങടെ
നമ്മുടെ സ്ഥലത്തേക്ക് ഏരിയ ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പൊ നമ്മള് വീടിന്റെ ഇപ്പുറത്തെ വശത്തേക്ക് വന്നു. ഇവിടെ ഉണ്ട് കാഴ്ചകൾ അല്ലേ സഹിച്ചേട്ടാ? എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു കുളവും കുളപ്പുരയുണ്ട്. ഇത് എന്താ വണ്ടിയോ? വില്ല് വണ്ടി? വില്ല് വണ്ടി, കാളവണ്ടിയാണ്. പക്ഷേ യാത്രയ്ക്ക് ഉപയോഗിക്കണ അങ്ങനെ സാധാരണ വില്ല് വണ്ടി എന്നാണ് പറഞ്ഞത്. വില്ല് വണ്ടിയാണത്. കുളപ്പുര. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഇതൊക്കെ എങ്ങനെ ചെയ്ത്? കുളം അപ്പച്ചനായിട്ട് ഉണ്ടാക്കിയ ഒരു കുളമാണ്. ഒരു 1988 ഉണ്ടാക്കിയ കുളമാണ്. അത്രയും കുഴപ്പമുണ്ട്. ഇത് പിന്നീടാണ് നമ്മൾ ഇങ്ങനെ വേറെ ചെയ്തു വന്നപ്പോൾ ഒരു കുളപ്പുര പോലെ ഞങ്ങൾ ഉണ്ടാക്കി. കിണറും അതിനോടനുബന്ധിച്ച് ഒരു കുളിമുറി അല്ലെങ്കിൽ അടുക്കള വേണമെങ്കിൽ പറയാം. പണ്ട് തറവാട് വീടിനകത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ കുളിമുറിക്കകത്ത് നിന്ന് തന്നെ വെള്ളം കോരി കുളിക്കാവുന്ന അല്ലെങ്കിൽ അടുക്കള ആവശ്യത്തിനോട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ലിസയുടെ അമ്മ വീട്ടിൽ ഇപ്പോഴും അതുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നിടത്ത് തന്നെ നമ്മളൊരു പടിപ്പുര പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പടിപ്പുര എന്ന് പറയുമ്പോൾ ഒരു പടി കടന്ന് കയറുക എന്നുള്ളതാണ് വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഒരു പടി പോലെ താഴെ പെടുത്തിട്ടുണ്ട്. എൻ്റെ മുകളിൽ കയറും ഇങ്ങനെ പോകണം. കയറി വരുന്നു. വീട്ടിലേക്ക് വരുന്നവരെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ പോകണമെങ്കിൽ ഇവിടെ വെച്ചിട്ടുള്ള ചുമട് താങ്ങി അല്ലെങ്കിൽ അത്താണി എന്ന് പറയും. വേറെ ആരും സഹായം ഇല്ലാണ്ട് തന്നെ സാധനങ്ങൾ വെക്കാനും തലയിൽ ചുമന്ന് കൊണ്ടുപോകാനൊക്കെ സൗകര്യത്തിനുള്ള അത്താണി. ഈ വീട്ടുമുറ്റം നോക്കുമ്പോണ്ടല്ലോ കുറേ വർണ്ണങ്ങൾ കൊണ്ട് കുറേ ബോക്സുകളൊക്കെ വരച്ചിരിക്കുക. അതെന്നാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണ്ടത്തെ കുറേ ഗെയിമുകളാന്ന് പറഞ്ഞത്. അതല്ലേ, എന്തൊക്കെയാണത്? ഗോലി കളിക്കുന്നുണ്ടോ? ഇവിടെ ഒരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അക്ക് കളിക്കാനുള്ള ഒരു കള ഇവിടെ വരച്ചു വെച്ചേക്കുന്നു. ഇതെന്താ? കല്ല് വെച്ചിട്ടുള്ള. നമ്മൾ ഈ കലങ്കിലൊക്കെ ഇരുന്നിട്ട് അപ്പന്മാരും വേറെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ വേറൊരു ചതുരം. ഡാഡി ഗെയിമോ? കുളങ്ങര. പിഞ്ചിന്റെ വീട്ടുകാരാട്ടോ കുളങ്ങര. കുളങ്ങര പടവിട്ട്. അടിപൊളി. ഇത് അതുപോലെ എന്തോ ഒരു രണ്ടുപേർക്ക് കളിക്കാം. പിന്നെ ഇതാ ഒരു ബാസ്കറ്റ് ബോളിന്റെ ഒരു ബാസ്കറ്റ് അവിടെ ഉണ്ട്. ഇത് നിങ്ങളിവിടെ കളിച്ചോണ്ടിരുന്നാണോ? എല്ലാരും കളിക്കുക. അപ്പൊ നിങ്ങൾ ഒത്തുകൂടുന്ന സമയത്തേക്ക് ഇവിടെ മൊത്തം ഒരു കളിക്കളം മൂടായിരിക്കുമോ? ഇതൊക്കെ എല്ലാരും കളിക്കുന്നതാണൊക്കെ? വൈകുന്നേരങ്ങളിൽ പിള്ളേരൊക്കെ വന്ന് കളിക്കും. ഒത്തുകൂടുന്നതൊക്കെ നമ്മള് വേറൊരു സ്ഥലത്ത്. വെറൈറ്റി ഒരു വീട്ടുമുറ്റം കേട്ടോ. മുറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ഇനി ഒരു സ്ക്വിഡ് ഗെയിമിന്റെ ഒരു സെറ്റപ്പ് കൂടെ ആക്കിയ പൊളിയായി. അപ്പോൾ ഈ പച്ചയിൽ വീടിന് ഒരു ചരിത്രമുണ്ട്. ഒന്നല്ല, കുറേ ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രമല്ല ഇവിടെ ഒരു മുറിയിൽ ഇവിടെ പഴയ നമ്മുടെ തലമുറകളുടെ അല്ലേ എന്തൊക്കെ ഓർമ്മകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അറിയോ? കാണാം, ഒരു വലിയൊരു മുറി ഇവർ മ്യൂസിയമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. സഹിച്ചേട്ടാ, ടീച്ചറെ പറ, ഇവിടുത്തെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്? നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇതൊരു കൽഭരണിയാണ്. കൽഭരണിയായിട്ട് വരും. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് മരത്തിന്റെ ഉരലാണ്. മരത്തിന്റെ ഉരല്. ഇതിന്റെ നമ്മുടെ തലമുറ പിന്നെ കണ്ടിട്ടുണ്ടോ? നെല്ല് പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടളം. ഇത് കുറച്ച് ഇതിന്റെ വേറെ വകഭേദങ്ങൾ കണ്ടിട്ടുണ്ട്. ചെമ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വളരെ ആൾക്കാർ കുറച്ചേ കണ്ടുള്ളൂ. വരുന്നവരെല്ലാം വളരെ കൗതുകം നോക്കുന്ന സംഭവമാണ്. ഇത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനാണ്. ചെമ്പ് കൊണ്ടുള്ള വാഷിംഗ് മെഷീൻ. ഇത് ഏത് കാലത്തുണ്ടായിരുന്നു? ഇത് 82-ല് നമ്മൾ മേടിച്ചാണ്. ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ മേടിച്ചു. നാട്ടിൽ തന്നെ മൂവാറ്റുപുഴ മേടിച്ചാണ്. അവരുടെ ലെവൽ ഇപ്പോഴും ഉണ്ട്. വർക്കിംഗ് കണ്ടീഷൻ ആണോ? വർക്കിംഗ് കണ്ടീഷൻ അല്ല. നോക്കിക്കഴിഞ്ഞാൽ ഈ മോട്ടർ വേറെ ഒന്നും ഇല്ല. ഈ മോട്ടർ നമുക്ക് ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കാം. തുണിയും കിടും. ആ തുണി ഇട്ടിട്ട് അടച്ചു. ഓട്ടോമാറ്റിക് ഒന്നും ആയിരിക്കത്തില്ല. ഓട്ടോമാറ്റിക് അല്ല. പിന്നീട് ഇവിടെ പണ്ടത്തെ അടുക്കളയിൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ പാത്രങ്ങള്, പഴയ ഫോണ്, പിന്നെന്തൊക്കെയാണെന്ന് വെച്ചിട്ടാ ഇത് നമ്മൾ ഓട്ടുകാലം എന്ന് പറയും. പഴയ ഓട്ടുകാലം നല്ല വെയിറ്റ് ഉണ്ടാവില്ലേ? ഇത് കൊല്ലവർഷം 1130-ലാണ്. വർഷം എഴുതുന്ന ആളുടെ പേരും വർഷമൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പോൾ 1200, അപ്പോൾ ഏകദേശം 70 വർഷം പഴക്കമുള്ള ഓട്ടുകാലമാണിത്. ടേപ്പ് റെക്കോർഡറുകൾ, കാസറ്റ് അല്ല, പ്ലെയറുകൾ, കാര്യങ്ങള്, പിന്നെ CD പ്ലെയർ വരെയുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം എല്ലാവരും കേട്ടിട്ടുള്ള കൊറോണ. പിന്നെ ഈ അടുത്ത കാലത്ത് പ്രചാരം നേടിയിട്ടുള്ള കൊറോണയുടെ ഫ്രിഡ്ജ്. ഓരോന്ന് കാണുമ്പോൾ ഓരോരോ പഴയ ഓർമ്മകൾ വരും. നമ്മളൊന്നും മറന്നുപോയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ പണ്ട് കാലത്ത് TV ഈ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മളിവിടെ ആദ്യം TV മേടിച്ചത് മദർ തെരേസ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോഴാണ്. അതിനോടനുബന്ധിച്ചാണ് നമ്മളൊരു TV മേടിച്ചത്. അന്ന് ആദ്യത്തെ TV മേടിച്ചത്. അന്ന് ഈ നാട്ടിലുള്ള നാട്ടിലും നമ്മളെ ബന്ധുക്കളും ഒക്കെ വന്ന് ഉണ്ടാവും. നമ്മുടെ കണിമറ്റത്തില് ഒരു അമ്മായി, അപ്പച്ചൻ്റെ വല്യപ്പൻ്റെ പെങ്ങള്, പുള്ളിക്കാരിയൊക്കെ അന്ന് ഇതിനു വേണ്ടിയിട്ട് ഒരാഴ്ച വീട്ടിൽ ഇവിടെ താമസിക്കുകയാണ്.
ഓ അതൊക്കെ ഒരു കാലം. അത് കഴിഞ്ഞിട്ട് മാർപ്പാപ്പ ഒരിപ്പോൾ വരുന്ന പറഞ്ഞ പുള്ളിക്കാർ കൈ ഒപ്പി ചെല്ലുമ്പോഴത്തേക്ക് ആ സീൻ മാറും. അത് ഭയങ്കര ഒരു ഇതാണ്, നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ടത്. ഇത് ശേഷം വന്ന അതൊക്കെ പിന്നീട് ഒരാൾ ഇതൊക്കെ ഒരു ഇത് പിന്നെ നമ്മുടെ ഈ അടുത്ത അതൊക്കെ ഉണ്ടാകുന്നത് ഇത് പിന്നെ ഇത് നമ്മുടെ പഴയ ഇത് എൻ്റെ ഇത് പഴയ CPU ഇങ്ങനെയാണല്ലോ, അതിൻ്റെ മുകളിലായിരുന്നു മോണിറ്റർ വെച്ചത്. അതെ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ കണ്ടുള്ള പഴയ സിനിമ കണ്ടവർക്ക് അറിയാം. പിന്നെ പഴയ തൂക്കുപകരണങ്ങളൊക്കെ പല ടൈപ്പ് വെള്ളിക്കോല്, മറ്റേ സ്പ്രിംഗ് ഗ്ലാസ്, ഇത് വലുത്, ഇത് അതിൻ്റെ ചെറുത ടൈപ്പ് കൈ. ഇത് നമ്മൾ വാട്ടർ ലെവൽ നോക്കണം, പണ്ട് വാട്ടർ ലെവൽ നോക്കണ സംഭവമാണ് ഈ മേസന്മാരെ ഇങ്ങനെ വെക്കും. രണ്ടുമേ വെച്ചിട്ട്. ഇപ്പൊ നമ്മളെ മറ്റേ അതുണ്ട് അല്ലെങ്കിൽ പൈപ്പ് വെച്ചാല് സമനം എന്ന് പറയും. സമനം. ഒരു വെറൈറ്റി ഭരണി കാണിച്ചു തരാം. ഇതിന് പൂട്ടൊക്കെ ഇട്ട് ലോക്കുണ്ട്. ഒച്ചയൊക്കെ പഴയ തിരിക്കുന്ന പിള്ളേർ ഉപ്പുമാങ്ങയൊക്കെ എടുക്കാണ്ടിരിക്കാൻ ലോക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഉള്ള പഴയ മൊബൈൽ ഫോണുകൾ. ഈ മൊബൈലുകളെല്ലാം തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടാണ്. ഇത് മൊബൈൽ ഷോപ്പിൽ ഒരു 2005 2010 സമയത്ത് അത് മൊബൈൽ ഷോപ്പിൽ കയറി വരുന്നുണ്ട്. അത്രയും പഴയ സോണി എറിക്സന്റെ ഇത് സാംസങ്, പഴയ നോക്കിയ. ഇതൊക്കെ നോക്കിയുടെ പഴയ N സീരീസ്. എൻ്റെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇത്ര പഴയതായില്ലേ. എക്സ്പ്രസ് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, ടാറ്റ ഇൻഡിക്കോ. ഇതൊക്കെ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോണൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചായിരിക്കും ചിലപ്പം. ടാറ്റ മോട്ടറോളയുടെ ഫോണ് കൊള്ളാം. സാംസങ്ങിൻ്റെ പിന്നെ ടച്ച് ഫോണായി. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ iPhone 15 പിന്നെ S23 ക്യാമറയൊക്കെ ഇങ്ങനെ വരും. ഇത് നമ്മുടെ പഴയ നമ്മളുടെ കസേരകൾ നടക്കണം. ഇതൊക്കെ നമ്മളെ തറവാട്ടിൽ നിന്ന് അപ്പുറേ ആൻറ്റി ചേട്ടൻ തന്നെയാണ്. അക്കടെ തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ കസേരകളൊക്കെ. ഇത് മടക്കണം, ഇത് ഇങ്ങനെ മടക്കി വെക്കാവുന്ന ഇത് ലാസ്റ്റ് ഉണ്ടാക്കണ ഇതാ ഇരുമ്പിൻ്റെ. ഇതൊക്കെ പണ്ട് കല്യാണത്തിനൊക്കെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്ന ചാരു കസേര. പിന്നെ നമ്മളൊക്കെ ഉണ്ടാകുന്ന തൊട്ടില് ഞങ്ങളൊക്കെ കിടത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ഫാമിലി, അതാ പച്ചയിൽ ഫാമിലി. മൊത്തം പച്ചപ്പാണ്, ഒരുപാട് പച്ചപ്പ്. ഇത്രയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് മൊത്തം നമുക്ക് അറിയാം. ഷൂട്ട് ചെയ്യാനുള്ള കണക്കൂട്ടിൽ ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണി സമയത്താണ് വന്നത്. പക്ഷെ നടന്നില്ല, രാത്രിയായി. അപ്പം എന്തായാലും തെളിച്ചുള്ള വിഷ്വൽ കിട്ടുമില്ലെന്ന് പോയിട്ട് കണ്ടറിയണം അല്ലേ ബിജു? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സായി ചേട്ടൻ്റെ ചേട്ടൻ അല്ലേ, ചേട്ടന്മാർ. ചേട്ടൻ്റെ പേര് സാബു പി മാത്യു. ഷാജി മകനാണ്. അമ്മച്ചിയുടെ പേര് മേരി. ലിസ അറിയാലോ, മകളാ ഷാനിയ. ഓക്കെ. അപ്പോൾ ഈ ഒരു ആംബിയൻസുമായിട്ട് നിങ്ങളൊക്കെ പൊരുത്തപ്പെടില്ലേ? ഇത് നമ്മുടെ ഒരു വലിയൊരു സംഭവമായിട്ട് നിങ്ങളുടെ മിക്കവാറും പാർട്ടി അല്ലെങ്കിൽ സംഗമങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ്, ഇവിടെ തന്നെയാണ്. എൻജോയ് ചെയ്ത് പോകണല്ലേ? ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ പുരാവസ്തു ശേഖരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നു. മൊത്തത്തിൽ നല്ല വൈബ് ആംബിയൻസ്. അപ്പം അടിപൊളി. അപ്പോൾ പച്ചയിൽ ഫാമിലി, താങ്ക് യു സോ മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഹോം ടൂർ ഹോം ടൂർ വീഡിയോ ചെയ്യുന്ന കരിയറിനിടയിൽ വളരെ മികച്ചൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. പച്ചയിൽ ഫാമിലി നമുക്ക് തന്നു കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യട്ടോ. അപ്പോൾ പച്ചയിൽ ഫാമിലി ഒരു ബൈ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ബൈ.